നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. അന്ത്യചുംബനം നൽകാൻ പോലുമാവാത്ത വിധം വികൃതമാക്കിക്കൊണ്ടുള്ള അരുംകൊല. ഈ ക്രൂരതകൾ നമ്മുടെ വോട്ട് നേടി നിലകൊള്ളുന്ന രാഷ്ട്രീയ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സാക്ഷര കേരളം രാക്ഷസ കേരളമായി മാറി. 51 വെട്ട്, കശാപ്പശാലയ്ക്കപ്പുറമുള്ള കൊലപാതകം. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ കൊടുങ്കാറ്റുയർത്തിയ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിനെ ഇങ്ങനെയായിരുന്നു അന്ന് രാഷ്ട്രീയ കേരളം ഒന്നടങ്കം വിശേഷിപ്പിച്ചിരുന്നത്. അത്ര മാത്രമായിരുന്നു അതിന്റെ ഭീകരത. CPM-നെ ഏറെക്കാലം പ്രതിരോധത്തിലാഴ്ത്തിയ TP വധം 12 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ആ വിധി വന്നെത്തിയിരിക്കുന്നു. 5 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമടക്കം കടുത്ത ശിക്ഷ. പുതിയതായി പ്രതി ചേർത്തവർക്കും ജീവപര്യന്തം. കീഴ്ക്കോടതി വിധിച്ച ശിക്ഷ വർദ്ധിപ്പിച്ചായിരുന്നു ഹൈക്കോടതി കടുത്ത ശിക്ഷ വിധിച്ചത്. ശിക്ഷാവിധി ഇങ്ങനെയാണ്: MC അനൂപ് ഇരട്ട ജീവപര്യന്തം, കീർമാണി മനോജ് ഇരട്ട ജീവപര്യന്തം, കൊടുസിനി ഇരട്ട ജീവപര്യന്തം, TK രജീഷ് ഇരട്ട ജീവപര്യന്തം, KK മുഹമ്മദ് ഷാഫി ഇരട്ട ജീവപര്യന്തം, K ഷിനോജ് ഇരട്ട ജീവപര്യന്തം. പുതിയതായി പ്രതി ചേർക്കപ്പെട്ട ജ്യോതി ബാബുവിനും കൃഷ്ണനും ജീവപര്യന്തം ശിക്ഷ. പ്രതികളുടെ പിഴ ഇരട്ടിയാക്കുകയും ചെയ്തു. ഇതിനു പുറമെ 2044 വരെ പ്രതികൾക്ക് ഒരു തരത്തിലുമുള്ള ശിക്ഷാ ഇളവും നൽകരുതെന്നും ഹൈക്കോടതി വിധിച്ചു. വടകരയിൽ CPM-ന്റെ ചരിത്രം തിരുത്തിയ TP വധത്തിൽ മറ്റൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി പടിവാതിക്കൽ എത്തി നിൽക്കെയാണ് പുതിയ വിധിയെന്നതും ശ്രദ്ധേയം തന്നെ. TP വധം സൃഷ്ടിച്ച അലയൊളികൾ ഇന്നും മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമയുടെ വിജയം ഇതിനെ തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇടതു കോട്ടയെന്ന് വിളിപ്പേരുള്ള വടകര പാർലമെന്റ് മണ്ഡലത്തിൽ RMP രൂപവൽക്കരിച്ച ശേഷം ഇതുവരെ വിജയിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് വിധി പ്രസ്താവം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര തിരിച്ചുപിടിച്ച് മറുപടി കൊടുക്കുക എന്നത് മാത്രമായിരുന്നു CPM-ന് മുൻപിൽ TP എഫക്റ്റിനെ മറികടക്കാനുള്ള വഴി. അതിനൊത്ത സ്ഥാനാർത്ഥിയെ തന്നെ CPM ഇറക്കുകയും ചെയ്തു. എന്ത് ഫലമുണ്ടായി എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. 2012 മെയ് 4 വെള്ളിയാഴ്ച രാത്രി 10:15 വടകര കൈനാട്ടിക്ക് സമീപം വള്ളിക്കാട് ടൗണിൽ വെച്ച് TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത്. ബൈക്കിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ചന്ദ്രശേഖരനെ ഇന്നോവ കാർ കൊണ്ട് ഇടിച്ചു വീഴ്ത്തി കാറിലുണ്ടായിരുന്നവർ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവം കണ്ട നാട്ടുകാർ ഓടിക്കൂടിയെങ്കിലും ഇവർക്ക് നേരെ ബോംബെറിഞ്ഞ ശേഷം ആക്രമികൾ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. അരമണിക്കൂറോളമാണ് രക്തത്തിൽ കുളിച്ച മൃതശരീരം റോഡിൽ കിടന്നത്. 51 മുറിവുകളായിരുന്നു ശരീരത്തിലുണ്ടായിരുന്നത്. അത് കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. കൊലപാതക സംഘത്തിൽ ഉൾപ്പെടെ കൊടുസുനി, TK രജീഷ്, മുഹമ്മദ് ഷാഫി, സിജിത്ത്, ഷിനോജ് എന്നിവരെ തിരിച്ചറിഞ്ഞ പോലീസ് പിന്നീട് കൊലപാതകത്തിന്റെ ആസൂത്രണത്തിലേക്കും കൃത്യം നടത്തുവാനും തുടർന്ന് ഒളിവിൽ പോകുവാനും ഇവരെ സഹായിച്ചവരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. CPM-മായി നേരിട്ട് ഏറ്റുമുട്ടിയ ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ ആദ്യം തൊട്ടേ സംശയത്തിന് നിഴലുണ്ടായിരുന്നു. പാർട്ടിയിലും TP കേസ് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രത്യേക പോലീസ് സംഘം നേതാക്കളെയും പ്രവർത്തകരെയും ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചതോടെ CPM ശരിക്കും പ്രതിസന്ധിയിലകപ്പെട്ടു. കോഴിക്കോട്ടേക്കും കണ്ണൂരിലേക്കും പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ P മോഹനൻ, CH അശോകൻ, KK കൃഷ്ണൻ, KC രാമചന്ദ്രൻ, പടയംകണ്ടി രവീന്ദ്രൻ, PK കുഞ്ഞനന്ദൻ തുടങ്ങിയവർ ഉൾപ്പെട്ടു. ഒഞ്ചിയം, പാനൂർ, തലശ്ശേരി, കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റികൾക്ക് കൊലപാതകത്തിലുണ്ടായിരുന്ന പങ്കും അന്വേഷണ സംഘം തെളിവ് സഹിതം വെളിച്ചത്ത് കൊണ്ടുവന്നു. താഴെത്തട്ടിൽ പ്രതികളെ സഹായിച്ചവരെ പിടികൂടി തുടങ്ങിയ അന്വേഷണം ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി നേതാക്കളിൽ വരെ എത്തിയപ്പോൾ അന്വേഷണ സംഘത്തെ പാർട്ടി നേരിട്ട് തെരുവിലേക്ക് ഇറക്കി. കണ്ണൂരിൽ നിന്നുമുള്ള MLA-മാർ ജയിലിലേക്ക് എത്തി നേതാക്കളെ കണ്ടു. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഷൗക്കത്ത് അലി അടക്കമുള്ളവർക്ക് നേരെ കടുത്ത ആരോപണങ്ങളായിരുന്നു EP ജയരാജൻ അന്ന് ഉന്നയിച്ചത്. TP കേസിലെ കാടിളക്കിക്കൊണ്ടുള്ള അന്വേഷണത്തിലൂടെ ഷുക്കൂർ വധക്കേസ്, ഫൈസൽ വധക്കേസ്, KT ജയകൃഷ്ണൻ വധക്കേസ് തുടങ്ങിയ കേസുകൾ തുമ്പുണ്ടാക്കിയ അന്വേഷണ സംഘവും അതിസാഹസികമായിട്ടായിരുന്നു പല പ്രതികളെയും അറസ്റ്റ് ചെയ്തത്. കണ്ണൂരിലെ പാർട്ടി ഗ്രാമമായ മുടക്കോഴി മലയിൽ നിന്നും അർദ്ധരാത്രി കൊടിസുനിയെയും സംഘത്തെയും പൊക്കിയ ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് മഹാരാഷ്ട്ര ഗോവ അതിർത്തിയിലെ ഒരു ഗ്രാമത്തിൽ നിന്നുമാണ് TK രജീഷ് എന്ന കൊടും ക്രിമിനലിനെ അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ മേഖലയിലെ അനവധി രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പങ്കാളിയായ TK രജീഷിനെ ആദ്യമായി കണ്ടെത്തുന്നത് TP അന്വേഷണ കേസിലെ സംഘമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. ഇത് കേരളത്തിൽ പോലീസ് നടത്തിയ കുറ്റാന്വേഷണ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറി. എന്തായാലും ജീവിച്ചിരുന്ന TPയേക്കാൾ വലിയ വെല്ലുവിളിയായിരുന്നു മരിച്ച TP CPM-ന് സമ്മാനിച്ചത്.
വൻ ജനരോക്ഷമായിരുന്നു ഈ കാലയളവിൽ ജനങ്ങളിൽ നിന്നും പാർട്ടിക്ക് നേരിടേണ്ടി വന്നത്. കുലം കുത്തിയെന്നും കുലം കുത്തിയാണെന്ന പിണറായിയുടെ പ്രസ്താവന ശരിവെക്കും വിധത്തിലുള്ള വിധിയാണിപ്പോൾ വന്നത്. ന്യായമായ വിധി.